ഹായ് ഫൈസാണ്. നമ്മളിവിടെ കോഴിക്കോട് മൂടാടിയിലായിട്ട് റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇത് അപ്രോക്സിമേറ്റ് 2800 സ്ക്വയർ ഫീറ്റിൽ താഴത്ത് 2 ബെഡ്റൂം, അതേപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂം, പിന്നെ ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, അതേപോലെ കോർട്ട്യാർഡ്, ഇങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് വാൾ തന്നെ തുടങ്ങാം. ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം 14 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ റോഡിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഹൈറ്റിലായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് താഴ്ത്തിയതാണ്. അപ്പോഴും തന്നെ വീട് കുറച്ച് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് വാൾ ഫുള്ളായിട്ട് ഒരു സോളിഡ് വാൾ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ജയിലിൻ്റെ ഫീൽ വരുമോ എന്നൊരു സംശയം കൊണ്ടാണ് നമ്മളിവിടെ ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് കൊടുത്ത് അതിനോട് കണക്ട് ചെയ്തിട്ട് കോമ്പൗണ്ട് വാൾ ആക്കിയത്. അതിൽ തന്നെ ഒരു ബോക്സ് ഷേപ്പ്, അതിലൊരു ഗ്രൂ വർക്ക്, പിന്നെ ചെറിയൊരു വുഡൻ ടൈൽ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോമ്പിനേഷൻ ചെയ്തിട്ട് ഒന്ന് ഭംഗിയാക്കിയിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് വാൾ നമ്മൾ വർക്ക് ചെയ്തത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങൾ കാണാം. ഈവനിങ്ങിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര വ്യൂ ആണ് ഈവനിങ് ടൈമിൽ നമുക്ക് ഈ ഒരു ഏരിയ. കാരണം ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ആക്ച്വൽ ഭംഗിയൊക്കെ ഈവനിങ് ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് കഴിഞ്ഞ് നേരെ നമ്മൾ പ്ലോട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൻ്റെ എൻട്രി വരുന്നത് ഈ ഒരു പോർഷൻ. ഇവിടെ നമുക്ക് വണ്ടീൻ്റെ ആക്സസിന് കണക്കാക്കി നമ്മൾ കുറച്ചൊരു സ്പേസ് ഫ്രണ്ടിൽ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. പ്ലോട്ട് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഈ കയറ്റം ഇറക്കം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടത്. അത് മാത്രമല്ല, ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗേറ്റിൻ്റെ ഡിസൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഗേറ്റ് വരുന്നത് GI വർക്ക് വെച്ചിട്ടാണ് ഗേറ്റ് വരുന്നത്. ചെറിയ മുക്കാൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ സൈസ് പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗേറ്റ് വർക്ക് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഗേറ്റിന് കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ HPL ഷീറ്റ്, വുഡൻ HPL ഷീറ്റും കൂടെ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. HPL ഷീറ്റ് നമ്മൾ ഒരുവിധം എല്ലാ പ്രൊജക്റ്റിലെ ഗേറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിനെ കൊണ്ടുള്ള മേന്മ എന്ന് പറയുന്നത് മഴ കൊണ്ട് കഴിഞ്ഞാലൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സാധനം ഗുഡായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രൊജക്റ്റിലൊക്കെ നമ്മൾ HPL ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഗേറ്റ് തുറന്ന നേരെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ യൂഷ്വലി നമുക്ക് ഏരിയ ഉണ്ടായതുകൊണ്ട് തന്നെ മുറ്റം കുറച്ച് കൂടുതൽ ഫ്രീ ആയ പോലെ ഫീൽ വരുന്നുണ്ട്. ഈ പറമ്പ് കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റ് ആണ് കൂടുതൽ ഏരിയ മുറ്റായിട്ട് കിട്ടുക എന്നുള്ളത്. കൂടുതൽ ഏരിയ മുറ്റായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളത് വെറുതെ എന്തെങ്കിലും ഒന്നും ചെയ്യാതെ ഒരു ഡിസൈനർ എന്ന രീതിയിലാണ് ഇവിടുത്തെ പേവിങ് വർക്കെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പേവിങ് നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോണും അതേപോലെ തന്നെ കോബിൾ സ്റ്റോണും, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പേവിങ് ആണ് നമ്മളിവിടെ ചെയ്തത്. മെയിനായിട്ട് വരുന്ന വെഹിക്കിൾ എൻട്രി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തു. അതിൽ ചെറിയ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കെല്ലാം കൊടുത്തൊന്ന് കണക്ട് ചെയ്യാനായിട്ട്. അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ബാലൻസ് സ്പേസസ് ഉള്ളതിൽ തന്നെ നമ്മൾ കടപ്പ സ്റ്റോണിൻ്റെ കോബിളാണ് നമ്മളവിടെ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് കളർ ടോൺ നമുക്ക് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഈ ഒരു പേവിങ്ങിൽ ചെയ്യാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല, മൊത്തത്തിലുള്ള ഈ ഒരു വ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ പുറമെ ഇവിടെ സെക്കൻഡ് എൻട്രി വരുന്നുണ്ട്. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ വാസ്തുപ്രകാരം കിഴക്കിലേക്ക് കണക്കായിട്ട് വരുന്ന ഒരു സെക്കൻഡ് എൻട്രി ആണിത്. ഇത് ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് നമ്മളോട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിക്കറ്റ് ഗേറ്റിൽ നല്ല സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൊടുത്ത് ഇവിടെയും അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഗ്രീനറി ഫീൽ ചെയ്യാനായിട്ട് 2 സൈഡിൽ, അതേപോലെ തന്നെ 3 സൈഡിലായിട്ട് നമ്മൾ നല്ല ഒരു ബഫല്ലോ ഗ്രാസിൻ്റെ ചെറിയൊരു ലോൺ ഏരിയയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. മെയിൻ്റനൻസ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ പിറകെ നടക്കേണ്ട കാര്യമില്ല. അത് അവിടെ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സമയത്തും അവിടെ നിന്നോളൂ. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട് നമ്മളൊരു കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തത്. കണ്ടംപററി ഡിസൈനിലായതുകൊണ്ട് തന്നെ ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനാണ് ത്രൂ ഔട്ട് വീട് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വീടിൻ്റെ ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ വീടിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ ഒരു കണ്ടംപററി ഷേപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് L ഷേപ്പ്ഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് കാണിച്ചിട്ടുള്ളത്. L ഷേപ്പ്ഡ് സിറ്റ് ഔട്ടിലേക്ക് ഒരാളെ വെൽക്കം ചെയ്യാനായിട്ട് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്ന ഷോ വാളിലായിട്ട് നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടിപ്പിക്കലായിട്ട് കൊടുക്കുന്ന ഡിസൈനിന് ഒരു വ്യത്യസ്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തത്. അതേപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പുറമെ ഉള്ളിൽ നല്ല സിലിണ്ടറിക്കലായിട്ടുള്ള നമ്മളെ LED ലൈറ്റുകളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് വ്യൂ കൂടുതൽ ഭംഗി കിട്ടാനാണ് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മൾ കാർ പോർച്ച്. പൊതുവേ നമ്മൾ അധികം പ്രൊജക്റ്റിലൊക്കെ തന്നെ കാർ പോർച്ച് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇൻഡസ്ട്രിയൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് പുറത്തേക്ക് നീട്ടി വെക്കാറാണ് പതിവ്. അതേപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നീട്ടി വെച്ചിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഈ കാണുന്നത്. ഈ കാർ പോർച്ച് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പുതിയതായിട്ട് കുഴിച്ചൊരു കിണർ ആ സൈഡിലുണ്ട്. ആ കിണർ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു കാർ പോർച്ച് ആ ഒരു ഏരിയയിലേക്ക് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്തത് ഒരു കാൻഡിലിവർ മെത്തേഡിലാണ് ഈ ഒരു പോർച്ച് ചെയ്തത്. ഇവിടെ ഫ്രണ്ടിലേക്കായിട്ട് കുറച്ച് കൂടുതൽ പ്രൊജക്ഷൻ കൊടുത്തു. നമ്മൾ വീടിൻ്റെ ഡിസൈനുമായിട്ട് എലമെൻ്റായിട്ട് മിക്സ് ആവുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ സെലക്ഷൻസ് ആണ് ഇവിടെ ചെയ്തത്. ഇപ്പം സീലിംഗിൽ ഫ്ലൂട്ടഡ് പാനലാണ് ചെയ്തത്. അതേപോലെ തന്നെ GI പൈപ്പ് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റ് നമുക്ക് ബജറ്റ് കുറയ്ക്കാനും പറ്റി. പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ ഒരു ഡിസൈൻ എക്സ്റ്റൻഷൻ പോലെ നമുക്ക് ഈ ഒരു പോർച്ച് വർക്ക് ചെയ്യാനും പറ്റി. പിന്നെ അത് മാത്രമല്ല, ഒരു 2 കാർ പ്ലസ് 2 ബൈക്ക് നിർത്തിയിട്ടുള്ള ഒരു സ്പേസും നമ്മൾ ഈ ഒരു പോർച്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പോർച്ച് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ, അതായത് സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണെങ്കിൽ, സിറ്റ് ഔട്ടിൽ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ശരിക്കും ഗ്രാനൈറ്റിൻ്റെ വളരെ ഭംഗിയിലുള്ള ഒരു ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ആണ്. സാധാരണ നമ്മൾ സ്റ്റെപ്സ് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് വീതി കൂടുതലായിട്ടാണ് ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ വർക്ക് ചെയ്തത്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത സമയത്തും തന്നെ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്ന ആ ഒരു പില്ലറിൻ്റെ ലൈനിൽ നമ്മൾ ഏകദേശം ഒരു 2 മീറ്ററോളം നീങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൺഷീൽഡ് പ്രൊജക്ഷൻ തീർത്തത്.
അങ്ങനെ പ്രൊജക്ഷൻ കൊടുക്കാനുള്ള കാരണം മഴ പെയ്യുന്ന സമയത്ത് സിറ്റ് ഔട്ടിലേക്ക് മഴപ്പാറിൽ വരാതിരിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഇനി ഇൻ കേസ് മഴപ്പാറിൽ വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു ഗ്രാനൈറ്റ് ലെപ്പോത്ര ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഗ്രിപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കാല് സ്ലിപ്പാവുന്ന പ്രശ്നം ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ സ്റ്റെപ്പിൻ്റെ ഉള്ളിലൂടെ എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ ഭാഗമാണ്. അപ്പോൾ നൈറ്റ് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എൽ ഷേപ്പ്ഡാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് 2 സെക്ഷനാണുള്ളത്. ഒന്ന് നമുക്ക് സീറ്റിംഗുള്ള സെക്ഷൻ, 2 പുറത്തേക്കൊന്ന് നോക്കാനും പിടിക്കാനായിട്ട്, പിന്നെ നമ്മൾ പാസിംഗ് ഏരിയ. ഇത് 3ഉം സെപ്പറേറ്റ് സോൺ ആയിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഭംഗി, അതേപോലെ തന്നെ ഉള്ളിലിരിക്കുന്ന സമയത്ത് ഉള്ളിലിരിക്കുന്ന ആൾക്കുള്ള പ്രൈവസി, ഇത് രണ്ടും മീറ്റ് ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ വർക്ക് നമ്മൾ ചെയ്തത്. സിറ്റ് ഔട്ടിനോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ വരുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ കളർ കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രേയും അതേപോലെ തന്നെ വൈറ്റും കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനോട് വർക്കൗട്ട് ആവാൻ, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഭംഗിയാവാൻ കണക്കായിട്ട് നമ്മൾ കുറച്ച് ഗ്രൂ ചെയ്തിട്ടുള്ള വാൾസ്, അതേപോലെ തന്നെ ബോർഡേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനായി കിടക്കുന്ന വീടിനെ ഒരു ഫീൽ ഒന്ന് മാറ്റാൻ ഈ ഒരു ഗ്രൂ വാൾസ് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ആവാനും ഈ ഒരു ഏരിയ, ഇതേപോലത്തെ കുറച്ച് ഏരിയാസ് നമ്മൾ എലിവേഷനിൽ അവിടെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ശരിക്കും ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് സിറ്റ് ഔട്ടിൽ നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ ഒരു കാര്യം സിറ്റ് ഔട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് മറ്റൊന്നുമില്ല, നമ്മൾ സാധാരണ ഡോറിൻ്റെ ഹൈറ്റ് എപ്പോഴും ഒരു 7 ഫുട്ട് ഹൈറ്റിലാണ് നമ്മൾ ഡോർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറ്. ഇവിടെ ഏകദേശം ഒരു 9 ഫുട്ട് ഹൈറ്റിലേക്കാണ് നമ്മൾ ഡോർ കൊടുത്തിട്ടുള്ളത്. 8 ഫുട്ട് 9 ഫുട്ട് ആവറേജ് ആണ് ഹൈറ്റ് കൊടുത്തത്. തേക്കിൻ്റെ മരമാണ്. അങ്ങനെ ഹൈറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരു വലിയൊരു ഫീൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡോറിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ലിവിംഗ് റൂമിൽ ഒരു വിൻഡോ കാണുന്നുണ്ട്. ഇപ്പോൾ കാണാം നമ്മളെ സീറ്റിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഒരു ഭംഗി നമുക്ക് പുറത്തുനിന്ന് അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് എൻട്രി എന്ന രീതിയിലേക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് കയറി കഴിഞ്ഞാൽ നേരെ ലിവിംഗ് റൂമിലേക്കാണ്. ഡോറിന് ചെറിയൊരു ഫീച്ചറും കൂടെ ഉണ്ട്. നമ്മുടെ ലോക്കൽ ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കീൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡോസെല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ ഡോർ തുറന്ന് കയറി കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും വെൽക്കം ചെയ്യുന്നത് ഇവിടുത്തെ ഡബിൾ ഹൈറ്റ് ഉള്ള സങ്കൺ ലിവിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ലിവിംഗ് റൂമാണ്. ഈ ലിവിംഗ് റൂമിൻ്റെ ഫീച്ചർ പറയാൻ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പ് താഴ്ന്നിട്ടാണ് ലിവിംഗ് റൂമിലേക്കുള്ള സീറ്റിംഗ് പൊസിഷൻ നമ്മൾ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കേണ്ട ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സോൺ തന്നെ ഇവിടെ ഉണ്ട്. അകത്ത് കൂടെ പാസിംഗ് ആൾക്കാർക്ക് സെപ്പറേറ്റ്, ഇരിക്കാനുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ്. അപ്പോൾ പ്രൈവസി ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഉള്ളത്. ഇവിടെ നമ്മൾ നല്ലൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ TV യൂണിറ്റിൻ്റെ പിറകിലായിട്ട് നമ്മൾ നല്ലൊരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടീഷൻ്റെ പിറകിലായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 സൈഡിലായിട്ട് വിൻഡോസ് ഉണ്ടായിരുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റും കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുന്ന കണ്ടീഷനിലായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒരു കേർട്ടൻ, ഡബിൾ ഹൈറ്റ് വരുന്ന ഫ്ലീറ്റഡ് കേർട്ടൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റിപ്പിൾ കേർട്ടനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ പ്രീമിയം ആക്കാൻ ശരിക്കും ഈ കേർട്ടൻ എല്ലാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള സോഫാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഈ ഒരു സ്പേസ് ശരിക്കും നമുക്ക് ഒരാൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ വർക്ക് ചെയ്തത്. പിന്നെ അതേപോലത്തെ ഇവിടുത്തെ ടൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടൈല് ശരിക്കും ഒരു സെമി മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാലിനുള്ള ഒരു ഫീല് ഭയങ്കര ഫീലാണ്. പക്ഷേ നമുക്ക് ക്ലീനിങ് കുറച്ച് ഹെക്റ്റിക്കാണ്. കാരണം ചില സമയത്ത് ഡസ്റ്റൊക്കെ വന്നെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ചെറിയ പ്രശ്നം കൂടെ ഉണ്ട് ഇതിന്. പക്ഷേ ഈ ഒരു ടച്ച് ചെയ്യുന്ന സമയത്തുള്ള ഫീൽ അപാര ഫീലാണ്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു ലിവിംഗ് റൂം കഴിഞ്ഞ് നേരെ നമ്മൾ കയറുക എന്ന് പറയുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഒരു ഫോയർ സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ചെറിയൊരു പാനലിംഗ് കൊടുത്തിട്ടൊന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോയർ സ്പേസിലാണ് നമ്മളെ പ്രയർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന പോലത്തെ ഒരു പ്രയർ യൂണിറ്റ് അല്ല ഇവിടെ നമ്മൾ വർക്ക് ചെയ്തത്. ഇവിടെ കുറച്ച് പാനലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം കൊടുത്ത്, കുറച്ച് ബോർഡർ വർക്ക് കൊടുത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് ഇവിടുത്തെ പ്രയർ നമ്മൾ സെറ്റ് ചെയ്തത്. അതുമാത്രമല്ല ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പ്രെയർ അല്ല, ഓപ്പൺ ആയിട്ടുള്ള പ്രെയറാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ എലിമെൻറ്റിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അത് ശരിക്കും പുറത്തേക്ക് കാണുകയും ചെയ്യണം. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് എൻ്റയർ ആയിട്ട് ഡിസൈൻ ചെയ്ത് തീരുമാനമാക്കി വെച്ചത്. ലിവിംഗ് റൂം നമ്മൾ നേരെ കയറി കഴിഞ്ഞാലുള്ള നമ്മൾ പ്രെയർ യൂണിറ്റ് കഴിഞ്ഞാൽ ആ ഫോയറിൽ കൂടെ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ്. നമ്മൾ നന്നായിട്ട് വെൽക്കം ചെയ്യുന്നത്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓപ്പൺ ഏരിയ ആണ് ഇതെല്ലാം. ഈ കാണുന്നതൊന്നും നമുക്ക് വോളായിട്ട്, ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ഇതെല്ലാം ഓപ്പൺ ആയി കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ പാർട്ടീഷൻ ആക്കി ഡിവൈഡ് ചെയ്തതും ഈ സ്പേസ് എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തതും. അതുകൊണ്ട് തന്നെ ഡൈനിങ്ങിനോട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് ലിവിംഗ് റൂമിൻ്റെ സൈഡിൽ നോക്കുമ്പോഴും ഡൈനിങ് നോക്കുമ്പോഴും ഭംഗി കിട്ടിയ രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ ആക്ട് ചെയ്യുന്നത്. 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ്. ഡൈനിങ് ടേബിളിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു കോർട്ട്യാർഡ് ഉണ്ട്. ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തത്. കോർട്ട്യാർഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർട്ട്യാർഡിൽ നമ്മൾ 2 സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ക്ലാഡിംഗ് വർക്ക്, അതേപോലെ GI പൈപ്പിൻ്റെ വർക്ക്, ഗ്ലാസ് ടോപ്പാണ് കൊടുത്തത്. അപ്പോൾ മാക്സിമം ലൈറ്റിംഗ് ഉള്ളിൽ കിട്ടുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു ഏരിയ നമ്മൾ വർക്ക് ചെയ്തത്. ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മളെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുവിധം സൈറ്റിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഓപ്പൺ കിച്ചൺ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആക്രിലിക് ഫിനിഷാണ് ഓപ്പൺ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗ്ലോസിനെസ്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട്.
പിന്നെ അത് മാത്രമല്ല ഡൈനിങ് ടോപ്പായിട്ട് ഈ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പായിട്ട് നമ്മൾ നാനോ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഒരു ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ, പക്ഷേ ഡൈനിങ്ങിനോട് കുറച്ച് ഡിസ്റ്റൻസിലായി വരുന്ന രീതിയിലാണ് നമ്മളെ ഈ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തത്. വാഷ് കൗണ്ടറിൽ തന്നെ സെമി സർക്കുലറായിട്ടുള്ള ഒരു മിറർ, അതുപോലെ അതിൻ്റെ പുറകിലായിട്ട് നല്ലൊരു ക്ലാഡിങ് വർക്ക്, അതേപോലെ നല്ല ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ സ്പേസ് ആണ്, പക്ഷേ ഉള്ളത് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തത്. മാത്രമല്ല ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ വാഷ് ബേസിന് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, ഡൈനിങ്ങിലുള്ള ഒരാൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തത്. ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റുകൾക്കോ മറ്റോ യൂസ് ചെയ്യാനുള്ള ഒരു ബാത്റൂം സ്പേസും കൂടെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ, കിച്ചണിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആക്രിലിക് ഫിനിഷാണ് നമ്മൾ കിച്ചണിൽ ചെയ്തത്. ഇപ്പോൾ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ക്രോക്കറി യൂണിറ്റ്, നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരു ക്രോക്കറി യൂണിറ്റ് നമ്മളിവിടെ കുറച്ച് പരിഷ്കൃതമായിട്ടുള്ള രൂപത്തിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ഗ്ലാസ് കൊടുത്ത് ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചൺ ക്യാബിനറ്റ് എല്ലാം ഡബിൾ ഹൈറ്റാണ് വരുന്നത്. ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ, ഡബിൾ ഹൈറ്റ് മീൻസ് നമ്മളെ സീലിംഗ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്യാബിനറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ റെയർലി യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് മുകളിൽ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 2 ഡോർ ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ കളർ ടോണിലായതുകൊണ്ട് തന്നെ ആ ഒരു കളർ ബ്രേക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു വുഡൻ വർക്കും കൂടെ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ലാമിനേറ്റ് ആണ്. ഈ സെയിം ലാമിനേറ്റ് തന്നെ നമുക്ക് ഈ ഉള്ളിലേക്കുള്ള വുഡ് കാര്യങ്ങൾക്കെല്ലാം പാർട്ടീഷൻ എല്ലാം നമ്മൾ ഈ സെയിം ലാമിനേറ്റിനാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഒരു ഡിസൈൻ എക്സ്റ്റൻഷനും കൂടെ ഇങ്ങോട്ടേക്കും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ ഇൻഡക്ഷൻ്റെ ചെറിയൊരു കുക്കിംഗ് റേഞ്ചാണ് ഇവിടെ നമ്മൾ കൊടുത്തത്. അതേപോലെ തന്നെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനുള്ള. ഇവിടുത്തെ വോളിൻ്റെ ടൈലെല്ലാം തന്നെ നമുക്കൊരു ഡിസൈനറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ വോൾ ടൈൽസ്, ബാക്ക് സ്പ്ലാഷ് ടൈലെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മളെ കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. പൊതുവേ നമ്മൾ വീഡിയോക്ക് അടിയിലൊക്കെ വരുന്നൊരു കമൻറ്റാണ് വർക്ക് ഏരിയ ഞങ്ങൾ എന്താ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റിലെ വർക്ക് ഏരിയ കാണിക്കാൻ പോകുന്നത്. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വർക്ക് ഏരിയയ്ക്ക് 2 എക്സ്റ്റൻഷനാണുള്ളത്. ഒന്ന് നമ്മൾ വർക്ക് ഏരിയ സോണാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ലോണ്ടറി ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ഏരിയൻ്റെ വിശേഷങ്ങൾ ആദ്യം കാണാം. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് നമ്മളൊരു കുക്കിംഗ് റേഞ്ച്, പിന്നെ അതേപോലെ തന്നെ സിങ്ക്. ഈ സിങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിന് നമ്മൾ ചെറിയൊരു കട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് കയറി ഇരിക്കാതിരിക്കാനായിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് സിങ്ക് നമ്മൾ വർക്ക് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സിങ്കിൻ്റെ നേരെ മുകളിലായിട്ട് നമുക്കൊരു GTBT ബോക്സ് ഉണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ നേരെ എടുത്ത് വെക്കാനും, നനഞ്ഞ പാത്രം അങ്ങനെ തന്നെ എടുത്ത് വെക്കാനും, അതിൻ്റെ അടിയിലായിട്ട് വെള്ളം ഉറ്റി കഴിഞ്ഞാൽ ഒരു ഡ്രിപ്പ് ട്രേ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കംഫർട്ട് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ കിച്ചൺ നമ്മൾ വർക്ക് ചെയ്തത്. പിന്നെ നമ്മളെ മെയിൻ കിച്ചണിൽ കാണിച്ച പോലെ WPC അല്ലെങ്കിൽ ആക്രിലിക്കോ അല്ല ഇവിടുത്തെ കിച്ചൺ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കംപ്ലീറ്റ് അലൂമിനിയം കിച്ചണാണ്. അലൂമിനിയം കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബജറ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ മെയിൻ കിച്ചണിൻ്റെ അത്ര പ്രീമിയം ഫിനിഷ് ഇതിന് കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മളിവിടെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൈറ്റിംഗ് കൂടുതൽ കിട്ടാനായിട്ട് ഇവിടെ നമ്മൾ വുഡൻ വിൻഡോ ഒഴിവാക്കി ഗ്രില്ലിൻ്റെ വിൻഡോ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ലൈറ്റിംഗ് ഉള്ളിൽ കിട്ടുന്നുണ്ട്. ലൈറ്റിംഗ് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കേർട്ടൻസ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു കിച്ചണിലെ മെയിൻ ഹൈലൈറ്റ് ആണ് നമ്മൾ ടോളറി യൂണിറ്റ്. ടോളറി യൂണിറ്റ് ഇവിടെ നമ്മൾ നല്ല വൃത്തിയുള്ള ടോളറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ സെറ്റ് ചെയ്തിട്ടുള്ള ആക്സസറീസ് കാര്യങ്ങൾ അവരെ ഉപയോഗത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഇത്രയും നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സ്പേസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐറ്റംസ് ഒക്കെ നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് പുറത്തേക്ക് വരികയും അതേപോലെ തന്നെ നമുക്ക് യൂസേജ് കഴിഞ്ഞാൽ അടച്ചു വെക്കാം എന്നൊരു പർപ്പസും കൂടെ ഈ ഒരു സാധനത്തിൽ നമുക്ക് നടക്കുന്നുണ്ട്. ശരിക്കും സ്റ്റോർ റൂം ഇല്ലാത്ത ആളാണ് നമ്മളെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ കാണുന്ന ടോളറി യൂണിറ്റ്. ടോളറി യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നല്ല ഒരു ഫംഗ്ഷനാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നമ്മളെ ഒരു മിക്സിൻ്റെ സ്പേസ് ഉണ്ട്. ഈ ഒരു സ്പേസ് നമ്മൾ റോളർ ഷട്ടറാണ് കൊടുത്തത്. റോളർ ഷട്ടർ ആയതുകൊണ്ട് തന്നെ തുറക്കുക അടിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. തുറന്നു കഴിഞ്ഞാൽ ഡോറ് പോലെ പുറത്തേക്ക് നിൽക്കുകയില്ല. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു മിക്സി കൊടുത്തിട്ടുണ്ട്. ഈ മിക്സി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആവശ്യത്തിന് പുള്ള് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യാം. പ്ലഗ് കാര്യങ്ങളെല്ലാം ഉള്ളിലുള്ളത്. നമുക്ക് ഇവിടെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആക്കി നമുക്ക് വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംവിധാനത്തിലാണ്. ഇത് ജാറ് കാര്യങ്ങളൊക്കെ മുകളിലുണ്ട്. അത് ഡയറക്റ്റ് കണക്ട് ചെയ്യുക, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഇത്ര മാത്രമേ ഇവിടുത്തെ വർക്ക് നമുക്ക് വരുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല നമ്മളെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അടച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു മിക്സി വെച്ചത് എന്ന് പോലും ഒരാൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ കിച്ചണിലെ വർക്ക് ഏരിയയിലെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തത്. പിന്നെ ഈ കിച്ചൺ വർക്ക് ഏരിയ കഴിഞ്ഞ് വർക്ക് ഏരിയയോട് ചേർന്നുകൊണ്ട് നമ്മൾ ചെറിയൊരു ലോണ്ടറി റൂമുണ്ട്. ലോണ്ടറി റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീൻ അതേപോലത്തെ ആക്സസറീസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയൊരു സ്പേസ് ആണ്. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ ഈ മോപ്പ് കാര്യങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞ് ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം പുറത്തേക്ക് തീരെ കാണില്ല. അത്രയും പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ആക്സസറീസോ കാര്യങ്ങളോ വെക്കാനുള്ള സ്പേസ്, പിന്നെ അതേപോലെ തന്നെ കുറച്ചൊരു സ്റ്റോറേജ് സ്പേസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോമൺ ഏരിയ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു സ്റ്റെയർ. സാധാരണ നമ്മൾ ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ബെഡ്റൂമിലേക്കാണ് പോകാറ്. ഇപ്രാവശ്യം സ്റ്റെയറും കൂടെ പറഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സ്റ്റെയർ ശരിക്കും സെൻസർ ലൈറ്റ് ആണ്. നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ ലൈറ്റ് എത്തും. ഈ ഒരു സ്റ്റെയറിന് വലിയൊരു കഥ ഉണ്ട്. കാരണം ഈ നിൽക്കുന്നത് നമ്മൾ ഒരുപാട് ഡിസൈൻ ചെയ്തതിന് ശേഷം ഒരു ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഈ ഒരു സ്റ്റെയർ ഇങ്ങനെ നന്നാക്കാമെന്ന് കുറേ വർക്ക് ചെയ്തു. അവസാനം നമുക്ക് വന്ന ഒരു ഔട്ട്പുട്ടാണ് അത്. അതുകൊണ്ട് തന്നെ ആ വർക്ക് ചെയ്ത് നമ്മളൊരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇവിടെ ഉണ്ട്. സ്റ്റെയറിന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം ശരിക്കും ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വുഡ് ബാക്ക് ചെയ്തതാണ്.
ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നടന്നു പോകാന്ന് മാത്രമല്ല, ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഇരിക്കാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടുതലുള്ള സമയത്തൊക്കെ ഇവിടെ ഒന്ന് ഇരുന്ന് കഥ പറയാൻ, സൊറ പറയാൻ പറ്റിയ ഒരു നല്ലൊരു സ്പേസ് ആണത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സ്പേസിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് സ്റ്റെയർ പോകുന്നത്. സ്റ്റെയറിൽ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്ററിൽ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഒന്ന് ഈ ഒരു സൈഡിലും 2 വോളിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു എൻ്റയർ സപ്പോർട്ട് എടുത്തത്. പിന്നെ സ്റ്റെയർ ഏരിയ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന വോള്, പൊതുവേ നമ്മൾ അധികം ഇവിടെ വാൾപേപ്പറോ കാര്യങ്ങളോ നമ്മൾ ചെയ്യാറാണ് പതിവ്. ഇവിടെ നമ്മൾ ചെയ്തത് ഒരു ടെക്സ്ചർ പെയിൻ്റ് ആണ്, എന്നിട്ട് ഡാർക്കർ പെയിൻറ്റിങ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ശരിക്കും ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് തന്നു. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ നമുക്കൊരു മൂണിൻ്റെ ഒരു ഡിസൈൻ വേണ്ടിയിരുന്നു കസ്റ്റമർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ അത് ഇതേപോലത്തെ ഡിസൈൻ ആയിരുന്നില്ല കസ്റ്റമർ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ചെറിയ കുറച്ച് പ്രൊജക്ഷൻ കൊടുക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് ഷോൾഡർ തട്ടിപ്പോകാനുള്ള ഒരു പരിമിതി ഉണ്ടായതുകൊണ്ട് തന്നെ ഉള്ളതിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു മൂണിൻ്റെ ഡിസൈനും അതിന് പറ്റിയ നല്ലൊരു ലൈറ്റിങ്ങും കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മൂൺ ലൈറ്റിങ് ശരിക്കും രാത്രി സമയത്ത് ഈ ഒരു ലൈറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംബിയൻസ് ഭയങ്കര ആംബിയൻസ് ആണ്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ശരിക്കും അറിയാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടുതൽ ഷോർട്സ് കാര്യങ്ങൾ നമ്മൾ ഷോർട്സിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സ്റ്റെയർ നേരെ കയറി കഴിഞ്ഞാൽ ഒരു ലാൻഡിംഗ് ആണ്. ലാൻഡിങ്ങിൽ നമുക്ക് താഴെയുള്ള പോലെ തന്നെ അവിടെ നല്ലൊരു കേട്ടൻ വരുന്നുണ്ട്. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കേട്ടനാണ്. അപ്പോൾ നമുക്ക് തുറക്കുന്ന സമയത്ത് കൈകൊണ്ട് വലിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് റിമോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തുറന്നു വരുന്ന രീതിയിലാണ് ഈ ഒരു കേട്ടൻസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. പിന്നെ വുഡിൻ്റെ കാര്യം നമ്മൾ എല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ മഹാഗണിയാണ് വുഡായിട്ട് നമ്മൾ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് വിത്ത് മഹാഗണി റെയിലിംഗ് ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ പാർട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കുള്ള കൂടുതൽ വിശേഷങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഗസ്റ്റ് ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊതുവേ ഈ വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഏരിയയും കാണേണ്ട ആൾക്കാർ ഒന്ന് കാത്തു നിൽക്കേണ്ടി വരും. കാരണം അതിങ്ങനെ ഓരോന്ന് അത് കവർ ചെയ്ത് തരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് സിമ്പിളായിട്ട് ചെയ്ത ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ ക്വീൻ സൈസിലുള്ളൊരു ബെഡും പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് ടേബിളും പിന്നെ നേരെ ഓപ്പോസൈഡിലായിട്ട് നമ്മളൊരു വർക്കിംഗ് ടേബിൾ, പിന്നെ നേരെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ക്യാബിനറ്റ് സ്പേസ്. പിന്നെ അതേപോലെ തന്നെ ഭംഗി കിട്ടാനായിട്ട് നമ്മൾ പാനലിങ്ങിൽ ഒരു ബെഡിൻ്റെ ബാക്ക് വാളിൽ ചെറിയൊരു പാനലിങ് കൊടുത്തു. കേട്ടൻ എല്ലാം ഒരു ജൂട്ട് ഫിനിഷിലുള്ള കേട്ടനാണ് കൊടുത്തത്. ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ സീലിംഗിൽ താഴേക്ക് ഇറക്കിയതാണ്. അപ്പോഴത്തെ ഫാൾ സീലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസൈനർ പാറ്റേണിലാണ് നമ്മൾ ഫാൾ സീലിംഗ് ഒക്കെ വർക്ക് ചെയ്തത്. പക്ഷേ പ്ലെയിൻ ആക്കിയിട്ടില്ല, ഒരു ഭംഗി കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫാൾ സീലിംഗ് കംപ്ലീറ്റ് നമ്മൾ വർക്ക് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ബെഡിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബ് ഉണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഏരിയ ശരിക്കും വരുന്നത്. ചെറിയ റൂമാണെങ്കിലും വളരെ മിനിമലായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള കളർ തീം കൊണ്ട് ഈ റൂമിൻ്റെ ഭംഗി കൂടുതൽ നമുക്ക് കൊണ്ടുവരാനും അതേപോലെ തന്നെ സ്പേസ് കൂടുതൽ ഫീൽ ചെയ്യാനും നമുക്ക് ശരിക്കും പറ്റിയിട്ടുണ്ട്. വീഡിയോ നോക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം നമ്മൾ ഫിനിഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറിയത്. അപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തത്. പക്ഷേ എല്ലാത്തിനും തന്നെ ഒരു ഫിനിഷിംഗ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫിനിഷിംഗ് ടച്ചസിൽ നമ്മൾ കുറച്ച് വ്യത്യാസം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഡ്രസ്സിംഗ് റൂമാണ്. ഇവിടെ നമുക്ക് ഒരു ഹിഡൺ ആയിട്ടുള്ള ഡോർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് റൂം നമുക്ക് ശരിക്കും ഹിഡൺ ആണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാത്ത രീതിയിലാണ് ഒരു ഡ്രസ്സിംഗ് റൂം നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നോർമലായിട്ട് ചെയ്യുന്ന ബേസിക് വാർഡ്രോബിൻ്റെ സ്കീമിൽ നിന്ന് നമ്മൾ കുറച്ചൊരു വ്യത്യാസം വരുത്തി ഇവിടെ കുറച്ച് ഡിസൈൻ എലമെൻറ്റൊക്കെ കൊടുത്തു. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഹിഡൻ ഡോർ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ റെയർലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് വെക്കാനായിട്ട് വാർഡ്രോബിൻ്റെ മുകളിലായിട്ട് നമ്മൾ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൊതുവെ ബെഡ്റൂമിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ബേ വിൻഡോ നല്ല സോഫ്റ്റ് കുഷ്യനൊക്കെ കൊടുത്തിട്ട് അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേ വിൻഡോൻ്റെ പുറമായിട്ട് നമ്മൾ നല്ലൊരു പാനലിങ് കൊടുത്ത് ഈ ഒരു ഏരിയയെ നല്ല ഭംഗിയാക്കി എടുത്ത് മിനിമം ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ ഏരിയയും ചെയ്തത്. പക്ഷേ അത് ഒരു ഡീറ്റെയിലിംഗ് പാർട്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടാണ് ഇവിടുത്തെ വർക്ക് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ സൈഡ് ടേബിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സൈഡ് ടേബിൾസ് ഒക്കെ ഒരു കേർഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് നമ്മൾ സൈഡ് ടേബിൾസ് കൊടുത്തത്. നോർമൽ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ നിന്നൊക്കെ മാറ്റം വരുത്തി. അതുകൊണ്ടൊക്കെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കൊടുത്ത ശ്രദ്ധയാണ് അവർക്ക് ശരിക്കും അട്രാക്റ്റീവ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിൻ്റെ ഭംഗിയെ ശരിക്കും എലിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബെഡിലേക്ക് വരുന്ന സമയത്ത് ബെഡ് ഫുള്ള് സോഫ്റ്റ് കുഷ്യനാണ്. നമ്മളെല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ അത് നമുക്ക് പ്രീമിയം ഫിനിഷ് കൊണ്ടുവരാനും പിന്നെ അതേപോലെ തന്നെ കംഫർട്ട് കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കിങ് സൈസ് ആണ് ഈ ഒരു ബെഡ് വരുന്നത്. പിന്നെ ബെഡിൻ്റെ പിറകിലായിട്ട് ഇവിടെ ഒരു ഹിഡൻ ഫീച്ചർ ഉണ്ട്. ഇത് ശരിക്കും വിൻഡോ ആണ്. കൺവെൻഷണൽ ആയിട്ടുള്ള പൊതുവേ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഈ വിൻഡോ എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സൈറ്റിലും ഇതേപോലെ ബെഡിൻ്റെ പിറകിലായിട്ട് ഈ ഒരു വിൻഡോ വന്നുകൊണ്ട് ഡിസൈനിൽ വലിയൊരു കോംപ്രമൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്തത് ഇവിടെ ഇതേപോലെ ഒരു സ്ലൈഡിങ് പാനൽ കൊടുത്ത് ഈ ഒരു വിൻഡോനെ നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ ശരിക്കും നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. വിൻഡോ ആവശ്യമുള്ള സമയത്ത് നമുക്ക് തുറക്കുകയും ചെയ്യാം. എന്നൊരു പാറ്റേൺ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വർക്ക് ചെയ്തത്. പിന്നെ അതേപോലെ ബാക്കിലായിട്ട് നമ്മൾ നല്ലൊരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലാമിനേറ്റ് ഫിനിഷാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു ബോക്സ് അടിച്ച് ഫിനിഷ് ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷേ ഒരു എലിഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ എൻ്റയർ ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തത്. പിന്നെ ഈ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മളെ വാർഡ്രോബിൻ്റെ കൂടുതൽ വലിയ വാർഡ്രോബ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചേഞ്ചിങ്ങിന് പറ്റിയ മിറേഴ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മൾ ബാത്റൂമിലേക്ക് എൻട്രിയാണ്. ബാത്റൂമിലേക്ക് പോകാൻ ഇവിടെ നിന്നാണ്. അപ്പോൾ ഒരിക്കലും തന്നെ റൂമിൽ നമ്മൾ ഈ ഡോറ് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ബാത്റൂമിൽ പോയ ഒരാൾ അതല്ലെങ്കിൽ ബാത്റൂമിൽ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂമിലുള്ള ആൾക്ക് അത് മനസ്സിലാവാനേ പറ്റില്ല.
ഈ സപ്പോസ് റൂം പുറത്ത് ആൾക്കാരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബാത്റൂം നമ്മൾ നേരെ റൂമിലേക്ക് ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ വരുന്നില്ല. ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു ഏരിയ, ഈ റൂമിൻ്റെ ഒരു ഏരിയ നമ്മൾ വർക്കൗട്ട് ചെയ്തത്. നമ്മൾ താഴത്തെ 2 ബെഡ്റൂം കവർ ചെയ്ത് ഇനി മുകളിലെ ബെഡ്റൂമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോമൺ ഏരിയൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് സ്റ്റെയറിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ അവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും നമുക്കൊരു ഭംഗി എലിവേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇവിടെ ശരിക്കും ചെറിയൊരു ഹാളുണ്ട്, അപ്പർ ലിവിങ് എന്ന് പറഞ്ഞുള്ളൊരു സ്പേസ്. ഈ ഒരു സ്പേസ് നമ്മൾ ചെയ്തത് ശരിക്കും ഇവിടെ ഒരു ചെറിയൊരു ബേ വിൻഡോ പോലെയുള്ള ഒരു സ്പേസും പിന്നെ അതിനോട് കണക്റ്റഡ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ചെറിയൊരു സ്റ്റഡി യൂണിറ്റും കൂടെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമുക്ക് വൃത്തിയായി ചെയ്യാം. അങ്ങനെ കുട്ടികൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ നമ്മൾ ഡബിൾ ഹൈറ്റ് വരുന്ന സ്പേസാണ്. അതുകൊണ്ട് തന്നെ ലിവിങ് റൂമിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് നോട്ടം കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വൃത്തിയായിട്ട് പഠിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. താഴത്ത് നമുക്ക് നോട്ടം കിട്ടുമെന്ന് പറഞ്ഞു. ഡബിൾ ഹൈറ്റിൻ്റെ കുറേ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു പോസിറ്റീവ് സൈഡാണ് വീടിന് താഴത്തും മുകളിലായിട്ടുള്ള കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരാൾ കയറി വരികയാണെങ്കിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിൽ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ശരിക്കും അത്രയും ഒരു കണക്ഷൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പണ്ടത്തെ വീടിനൊക്കെ പൊതുവെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വീടും സ്റ്റെയർ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് വേറെ വീടായിട്ടുള്ളൊരു ഫീലായിരുന്നു. ശരിക്കും ഇതേപോലത്തെ ഡബിൾ ഹൈറ്റ് ഓപ്പണിങ്സ് നമ്മൾ പ്രൊജക്റ്റുകളിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സാധനം മൊത്തം മാറി വരാൻ തുടങ്ങിയത്. നമുക്ക് വീട് എപ്പോഴും കണക്റ്റഡ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിൽ ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ 2 ബെഡ്റൂമും പിന്നെ അതേപോലെ തന്നെ ഒരു മൾട്ടിപർപ്പസ് റൂമുമാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇനി കയറാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു കോമൺ ബാത്റൂമാണ്, നമ്മളെ മുകളിലുള്ളൊരു കോമൺ ബാത്റൂമാണ്. ഇത് അതേപോലെ നമ്മൾ ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ജസ്റ്റ് ഒരു എൻട്രിയാണ്. ഓപ്പൺ ഡ്രസ്സ് പറഞ്ഞാൽ നമുക്ക് ചെറിയ റൂഫ് ടോപ്പിലേക്ക് കയറാനും അതേപോലെ തന്നെ നമ്മളെ ഡ്രൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ചെറിയൊരു സ്പേസ് ആണത്. ഇനി നമുക്ക് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീട്ടിലുള്ള ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് നമ്മളെ വീടിൻ്റെ ഒരു ഡിസൈൻ പോലെ തന്നെ ഒരു ഗ്രേ വൈറ്റ് തീമിലാണ് നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തത്. ഇവിടെ നമ്മളെ ആ ഒരു റൂമിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ കിങ് സൈസ് ആയിട്ടുള്ള ബെഡ്, പിന്നെ അതേപോലെ തന്നെ 2 സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. പിന്നെ ബെഡിൻ്റെ പിറകിലായിട്ട് നമ്മൾ നല്ല ലാമിനേറ്റിൽ കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്തിട്ടുള്ള പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അതിൽ നമ്മളൊരു മാർബിൾ ഫിനിഷുള്ള ലാമിനേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഡിസൈനിൻ്റെ ഭംഗി എലിവേറ്റ് ചെയ്യാൻ ചെയ്തതാണ്. പിന്നെ ബെഡിന് അതേപോലെ തന്നെ കുഷൻ ഫിനിഷാണ്, ഒരു സോഫ്റ്റ്വെയർ എഡ്ജസ് കിട്ടാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും നമ്മളെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ബേവിൻ്റെ വരുന്നുണ്ട്. താഴെയുള്ള ബേവിൻ്റെ പോലെയല്ല, ഇവിടെ നമുക്ക് എൽ ഷേപ്ഡ് ആയിട്ടാണ് ബേവിൻ്റെ വരുന്നത്. പിന്നെ ബേവിൻ്റെ അടിയിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസസ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാനുള്ളൊരു പ്രൊവിഷനും കൂടെ ഇവിടെ വരുന്നുണ്ട്. എൽ ഷേപ്ഡ് ബേ വിൻഡോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കുക അല്ലെങ്കിൽ നമുക്കൊന്ന് ഇരിക്കുന്ന സമയത്ത് റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നൊരു പർപ്പസും കൂടെ ഇവിടെ നടക്കും. പിന്നെ ഈ ഒരു ബെഡ്റൂമിലും താഴത്തെ പോലെ തന്നെ നമ്മൾ ഹിഡൻ ആയിട്ടുള്ളൊരു ഫീച്ചർ വെച്ചിട്ടുണ്ട്. ഫീച്ചർ വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂം ഡോറോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് സിസ്റ്റം ആണ് ഉള്ളത്. പക്ഷേ ബാത്റൂം നമുക്ക് അവിടെ എവിടെയും കാണാൻ പറ്റില്ല. ബാത്റൂം നമ്മൾ ഈ പറഞ്ഞ വാർഡ്രോബിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തത്. വാർഡ്രോബിൻ്റെ ഒരു സൈഡിലുള്ള ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ ഹാങ് ചെയ്തിടാനുള്ളൊരു സ്പേസാണ് ഇത് വരുന്നത്, ഈ ഒരു സ്പേസ്. നേരെ മറിച്ച് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാത്റൂമിലേക്കുള്ള എൻട്രിയാണ് ഇത് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചതാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കാണൂല. പെട്ടെന്ന് നമ്മൾ എമർജൻസി ആയിട്ട് ഓടി വന്ന് ബാത്റൂം പുറത്തുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തപ്പിയാൽ കിട്ടൂല. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഇതും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർക്ക് ഈ ഒരു ബാത്റൂം അങ്ങനെ കാണരുത് അല്ലെങ്കിൽ ഹൈഡായിട്ട് നിൽക്കണം എന്നൊരു താല്പര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മളിവിടെ വർക്ക് ചെയ്തത്. പിന്നെ റൂമിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കിംഗ് വാർഡ്രോബിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ സെൻട്രലായിട്ട് നല്ലൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിന് സറൗണ്ടഡ് ആയിട്ട് നമ്മൾ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ് ഡോർസ് ഉള്ള വാർഡ്രോബ്സ് ഉണ്ട്. ഫുള്ള് സീലിംഗ് ഹൈറ്റ് വരെ വാർഡ്രോബ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്റ്റോറേജ് ഏരിയ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള വലിയ മിറർ നമ്മളിവിടെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഇവിടെ ഗ്രൂം ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലുള്ള 4th ബെഡ്റൂം, അതായത് നമ്മളെ ഈ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പറഞ്ഞ ഒരു ബെഡ്റൂമിനെ പോലെ തന്നെയാണ്. കാരണം വലിയ സ്പേസ് ഉള്ള ബെഡ്റൂമല്ല. പക്ഷേ ഇവിടുത്തെ ഡിസൈൻസ് അല്ലെങ്കിൽ കളേഴ്സാണ് ഈ റൂമിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ശരിക്കും ഒരു ബേൺട്ട് ഓറഞ്ച് തീമാണ് നമ്മൾ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ബെഡ് ക്വീൻ സൈസ് ബെഡാണ്. 2 സൈഡിലും സൈഡ് ടേബിൾസ് ഉണ്ട്. ഡീറ്റെയിലിംഗ് പാർട്ടായിട്ട് ബെഡ് സൈഡ് ടേബിളിൻ്റെ എഡ്ജസ് എല്ലാം നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് കൊടുത്തത്. ബാക്കിലെ പാനലിങ് നമ്മൾ നല്ല ഒരു കളർ പാനലിങ് കൊടുത്തിട്ടുണ്ട്. ലാമിനേറ്റിലാണത്. വിൻഡോക്ക് പാനൽ ചെയ്തിട്ടുണ്ട്. കേർട്ടൻസ് അതേപോലെ താഴെ കാണിച്ച പോലെ തന്നെ സീലിംഗിൽ നിന്ന് ഇറങ്ങി വരുന്ന കേർട്ടൻസ് ആണ്. അതും നമ്മളൊരു ഡിസൈൻ കണ്ടിന്യൂഷൻ പോലെയാണ് നമ്മളിവിടെ കൊടുത്തത്. സീലിംഗിൽ നല്ല ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 3 ഡോർ വാർഡ്രോബ് പ്ലസ് ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ അഡീഷണൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാർഡ്രോബിൻ്റെ ഡോറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഗ്ലാസ് മിറർ കാര്യങ്ങൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചേഞ്ചിങ് കംഫർട്ടബിളായി. കൂടുതൽ സ്പേസ് റിക്വയർഡ് ആവുകയും ചെയ്തില്ല. കാരണം വർക്കിംഗ് ടേബിളോടെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സിങ്ങിനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ അതവിടെ നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ചെറിയ റൂമാണ്, പക്ഷേ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയാവുന്ന രീതിയിലാണ് ഈ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കളർ തീമൊക്കെ ആ ഒരു രീതിയിലാണ് ഈ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലെ ലാസ്റ്റ് റൂമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് എനിക്ക് പേഴ്സണലി ഈ ഒരു വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസിലേക്കാണ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത്. അത് ഇവിടുത്തെ മൾട്ടിപർപ്പസ് റൂമാണ്. മൾട്ടിപർപ്പസ് റൂമിലാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന റൂമാണ്. ഈ റൂമിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ബാക്കിൽ കാണുന്ന ഹോളാണ്. കാരണം ഇത് നമ്മൾ ലേബർ വർക്കിൽ ഒരുപാട് പണിയെടുത്ത് ചെയ്തിട്ടുള്ള ഒരു ക്യാബിനറ്റാണ്, ഈ ഒരു ഷെൽഫാണിത്. അപ്പോൾ ഈ ഒരു ഷെൽഫ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് ഒരു 4 ദിവസത്തെ ലാമിനേറ്റ് വർക്ക് തന്നെ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അത്രയും നമ്മൾ പണിയെടുത്തിട്ടുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ. പക്ഷേ ഇത് ഫിറ്റ് ചെയ്ത് ഇതിൽ ലൈറ്റിംഗ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കണ്ടിട്ടില്ല. കാരണം പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ ഒരു ഏരിയ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ ക്ലയൻറ്റ് അത്രയും ഡെക്കറേറ്റീവ് ആയിട്ട് പുള്ളിക്കാരൻ്റെ ഈ ടോയ്സ്, കാറിൻ്റെ കളക്ഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണുന്ന സമയത്താണ് ഇത്രത്തോളം ഭംഗി ഉണ്ടായതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് ശരിക്കും ഈ റൂമിന് മെയിൻ ഹൈലൈറ്റ്. ഇവിടെ ശരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഒരു 5 സീറ്റർ റിക്ലൈനർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വലിയൊരു TV ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ടെക്സ്ചർ വർക്കുകൾ, ഒരു കളേഴ്സ് കുറച്ച് കോമ്പിനേഷൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയ ഒരു സെപ്പറേറ്റ് ഫീൽ കൊണ്ടുവന്നുണ്ട്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഹോം തിയേറ്റർ റൂം ഉണ്ടാക്കുന്ന ആ ഒരു ചിലവിൻ്റെ ഒരു 1/4 ഭാഗം കൊണ്ടാണ് ഈ റൂം ചിലപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഹോം തിയേറ്റർ റൂമിൻ്റെ ഒരു പരിധി വരെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോം തിയേറ്റർ റൂമിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് പ്രൈവസിയോടുകൂടി TV ആണെന്നുള്ളതാണ്. അതിന് പറ്റിയൊരു സ്പേസ് ആയിട്ട് ഈ റൂം മാറിയിട്ടുണ്ട്. മാത്രമല്ല ബജറ്റിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ട്. പിന്നെ മൾട്ടിപർപ്പസ് റൂം ആയതുകൊണ്ട് നമുക്ക് ഗെയിമിംഗ് ആയിക്കോട്ടെ, ഇനി ഒന്ന് റിലാക്സ്ഡ് ആവാനായിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വായിക്കാനായിക്കോട്ടെ, ഇങ്ങനത്തെ എല്ലാ സാധനത്തിനും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്തത്. നമ്മളെ ഇപ്പം എനിക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഈ ഒരു വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയനെ വിശേഷിപ്പിക്കാൻ പോലും പറ്റും. അപ്പോൾ നമ്മൾ അപ്പർ ലിവിങ്ങിൽ ഇപ്പം ബെഡ്റൂംസ് നമ്മൾ കഴിഞ്ഞു, ഹാള് കഴിഞ്ഞു, ഡബിൾ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ളത് നമ്മൾ ബാൽക്കണി സ്പേസ് ആണ്. ബാൽക്കണി സ്പേസ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ പോലെ തന്നെ എൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ നമ്മൾ 2 സൈഡിലായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് കൂടുതൽ വ്യൂ കിട്ടുക. ഒരു ബോക്സി ഡിസൈനാണ് ശരിക്കും ഈ ഒരു ഏരിയ. അപ്പോൾ പുറത്തേക്ക് കൂടുതൽ വ്യൂ കിട്ടാനായിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഇവിടെ തന്നെ നമുക്ക് ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്പൺ ഏരിയ ആണ്, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ, ഓപ്പൺ ഏരിയ. ഇവിടെ നമ്മൾ റൂഫിങ്ങിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ ഒരു പ്രത്യേക ഫീൽ കിട്ടാനാണ് ഈ ഒരു ഏരിയ നമ്മൾ വർക്ക് ചെയ്തത്. ഇവിടെ ടെക്സ്റ്റീരിയൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഡിസൈന് വേണ്ടി കൊടുത്ത ക്ലാഡിങ്സിൻ്റെ എക്സ്റ്റൻഷൻ ഈ ഭാഗത്ത് കാണാം. ഒരു റൗണ്ടർ ആയിട്ടുള്ള റിങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ്റെ എലമെൻറ്റിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാൽക്കണിയിലാണ് കമ്പൈൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 വർഷം ടൈം എടുത്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ മൊത്തം വർക്ക് നമ്മൾ തീർത്തത്, ഇൻറ്റീരിയർ ഉൾപ്പെടെ, ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ് എല്ലാ കാര്യങ്ങളും കൂടെ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. കാരണം അത്രയും നല്ല രീതിയിലാണ് നമ്മളിവിടുത്തെ ഓരോ എലമെൻറ്റ്സ്, ഓരോ ഏരിയ നമ്മൾ വർക്ക് ചെയ്തത്. നമ്മൾ ക്ലയൻറ്റും അതേപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നമ്മൾ കൂടുതലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും നമ്മൾ ഓഫീസ് വരുന്നത് കോഴിക്കോട് നടക്കാവിലാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരുവിധം അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻറ്റീരിയറായിട്ട് ബന്ധപ്പെട്ട്, ഇനി അതല്ല ഓഫീസ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ എന്ത് റിക്വയർമെൻറ്റ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ഡിസൈൻ, അതേപോലെ തന്നെ എക്സിക്യൂഷൻ, അതല്ലെങ്കിൽ സൂപ്പർവിഷൻ, അതല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ സൂപ്പർവിഷൻ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് ഏതും ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്ട്സ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്, നമ്മളെ ചെയ്യാൻ പറ്റുന്നതല്ല തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീടിൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ വീഡിയോ പോലെ അല്ല, ഇത് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം അത്ര ഏരിയ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീടുകളും മറ്റും കാണാനായിട്ട് നമ്മളെ പേജ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്ത് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ബൈ.